ഡെയിലി വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് കോണ്ടന്റ് ഒക്കെ എഴുതി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് അതൊരു പെർഫെക്റ്റ് സാധനമാക്കി മാറ്റി പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ പെർഫെക്ഷനിസം എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അടിപൊളിയാക്കണം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സാധനം എന്നൊക്കെയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളുടെ ഒക്കെ കൂടെ ഇത് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്കില്ല് പഠിക്കുന്നുണ്ട്, ഈ ഹാബിറ്റ്സ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, കുറേ ചലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം 3-4 പ്രൊജക്റ്റുകൾ പാരലൈ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി അത് ഷൂട്ട് ചെയ്ത് അത് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് അത് പെർഫെക്റ്റ് ആക്കി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തലവേദനയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡേ 1, ഡേ 2, ഡേ 3 പറഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഒരു ഫെയിലിയർ ആയിട്ട് നമ്മുടെ മനസ്സിൽ വരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. വെൽക്കം ടു ഡേ 31 ഓഫ് 100 Days Progress Challenge. അപ്പോൾ എല്ലാ വീഡിയോസ് ഇടുന്ന പോലെ തന്നെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു വാല്യൂ വേണം എന്നുള്ളത് കൊണ്ട് ഈ വീഡിയോയിൽ അങ്ങനെ ഒരു വാല്യൂ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരാൾ കോണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒരാൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളോട് പറയാ, ഈ പെർഫെക്റ്റ് ആയിട്ട് കോണ്ടന്റ് എഴുതി എഡിറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്താണോ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് എന്താണോ അത് അതുപോലെ അങ്ങോട്ട് എടുക്കുക. ഞാൻ എടുക്കുന്ന പോലെ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിൽ എന്തെങ്കിലും അപാകതകൾ പറ്റുകയാണെങ്കിൽ ആ ഭാഗമൊക്കെ ഒന്ന് ട്രിം ചെയ്തിട്ട് നിങ്ങളിലേക്ക് അത് ഏത് സോഷ്യൽ മീഡിയയിലേക്കാണോ വേണ്ടത് അവിടേക്ക് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അറിവ് അപ്ഡേറ്റ്സ് ആയിട്ട് അടുത്ത വീഡിയോ കാണാം.